ദൈവത്തിന് സ്തോത്രം. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ചിന്തിപ്പാൻ അവിടുന്ന് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്ന് പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമെന്ന് അതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയോ അനുഭൂതിയോ വ്യാപാരമോ അല്ല, പൂർണ്ണ വ്യക്തിത്വമുള്ള പൂർണ്ണ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ യേശു ക്രിസ്തുവിനെ ചിലരൊരു കുട്ടി ദൈവമായി, പരിശുദ്ധാത്മാവിനെ ഒരു അനുഭൂതിയായി ഒക്കെ മാത്രം ഇങ്ങനെ കാണുന്നവരും. എന്നാൽ അങ്ങനെയല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമെന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ സർവശക്തിയാണ്. ആദ്യ സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ പങ്കാളിത്തം അതിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 1:2, 1:26, 27 വാക്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സഹിത്വം നമുക്ക് കാണുവാൻ കഴിയും. അനേക വാക്യങ്ങൾ നമുക്ക് എടുത്തു വായിക്കുവാൻ സമയമില്ലാത്തതിനാൽ പ്രിയപ്പെട്ടവർ വാക്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. സൃഷ്ടിക്കുവാനുള്ള കഴിവ് സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതെ, ആ സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കും വളരെ വ്യക്തമാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം സർവവ്യാപകത്വമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:16 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഭൂമിയിൽ സകല വിശുദ്ധന്മാരോടുകൂടെയും വസിക്കുന്നതിനാൽ ആത്മാവിന്റെ സർവ വ്യാപകത്വം അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം സർവജ്ഞാനമാണ്. സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവവചനം അത് വെളിപ്പെടുത്തിയതും കൂട്ടിച്ചേർത്തതും പരിശുദ്ധാത്മാവിലാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 34:16, 1 കൊരിന്ത്യർ ലേഖനം 2:10-11 വാക്യങ്ങൾ. നാലാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ നിത്യത്വം എന്നതാണ്. അത് എബ്രായ ലേഖനം 9:14 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിത്യാത്മാവെന്ന നാമം പരിശുദ്ധാത്മാവിന്റെ നിത്യത്വത്തെ അത് വെളിപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ കാര്യം, ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളതായി യേശുവിന്റെ അന്ത്യകൽപ്പനയിൽ മത്തായിയുടെ സുവിശേഷം 28:19 നമുക്ക് കാണാവുന്നതാണ്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിവിധ നാമങ്ങൾ, ദൈവിക നാമങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ദൈവാത്മാവ് എന്നത് തന്നെയാണ്. പിതാവായ ദൈവത്തോടുള്ള ആ ബന്ധം അവിടെ വ്യക്തമാണ്. അത് റോമാലേഖനം 8:19, 1 യോഹന്നാന്റെ ലേഖനം 4:2, യോഹന്നാന്റെ സുവിശേഷം 15:26 വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ എഫേസ്യ ലേഖനം 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് റോമാലേഖനം 8:9 കാണാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം കൃപയുടെ ആത്മാവാണ്. എബ്രായ ലേഖനം 10:29 വാക്യത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കുവിൻ. അവിടെ കൃപയുടെ ആത്മാവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ കാര്യം ജീവന്റെ ആത്മാവ് എന്ന് റോമാലേഖനം 8:2 കാണാവുന്നതാണ്. യഹോവയായ ദൈവം ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാണ് എന്ന് യിരെമ്യാ പ്രവചനം 10:10, 1 തെസ്സലോനിക്യ ലേഖനം 1:9 വെളിപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനം 5:20, യോഹന്നാന്റെ സുവിശേഷം 14
16 പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ആ ജീവന്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. പാപനിമിത്തം പാഴും ശൂന്യവുമായി തീർന്ന പുരാതന സൃഷ്ടിമേൽ ജീവൻ പകർന്ന പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. റോമർ 8:11 നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യം, സത്യത്തിന്റെ ആത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 16:13 അത് പറഞ്ഞിരിക്കുന്നു. പിതാവ് സത്യദൈവമാണ് എന്ന് ഇരമ്യാ പ്രവചനം 10:10 പറയുമ്പോൾ യേശു ക്രിസ്തു സത്യദൈവം തന്നെ എന്ന് 1 യോഹന്നാന്റെ ലേഖനം 5:20 നമുക്ക് കാണുവാനായിട്ട് കഴിയും. സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആ പൂർണ്ണ ദൈവത്വവും ആളത്വവും ആ തൃത്വത്തിലുള്ള പങ്കാളിത്തവും ഈ നാമം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആറാമത്തെ കാര്യമാണ് മഹത്വത്തിന്റെ ആത്മാവ് എന്നാണ് 1 പത്രോസിന്റെ ലേഖനം 4:14 വെളിപ്പെടുത്തിയിരിക്കുന്നത്. മഹത്വത്തിന്റെ രാജാവ് ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഓവയായ ദൈവം മഹത്വത്തിന്റെ രാജാവാകുന്നു എന്ന് 24-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ തന്നെ യേശുവും മഹത്വവാൻ തന്നെ എന്ന് യോഹന്നാൻ 2:11 പറയുന്നു. അങ്ങനെ ഇതും പരിശുദ്ധാത്മാവ് ദൈവമെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാര്യങ്ങളാണ്. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അതാണ് നമുക്ക് ഈ വാക്യങ്ങളിലെല്ലാം പൂർണ്ണമായി കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ 3 ദൈവങ്ങളല്ല, തൃത്വത്തിൽ ഏകനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഇപ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. നമ്മോടുകൂടെ എന്നേക്കും വസിക്കേണ്ടതിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു ജയകരമായ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നു എന്ന് റോമാലേഖനം 8 നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിക ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിക ആണിമേൽ തൂങ്ങുന്നു.
ധ്യാനപീഠമതിൽ കയറി ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക രക്ഷിതാവിനെ കാണുക